നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിലിക്കോൺ പംപ്സ്. നാണക്കേടിന്റെ കളിയിൽ മാന്യതയുടെ വിധി. IPL വാതുവയ്പ് കേസിൽ നിർണായക വിധി. ഒത്തുകളിയിൽ കുടുങ്ങിയ ചെന്നൈ സൂപ്പർ കിങ്സിനും രാജസ്ഥാൻ റോയൽസിനും 2 വർഷത്തെ വിലക്ക്. IPLന്റെ ഭാവി അനിശ്ചിതത്വത്തിലേക്ക്. IPL മുൻ കമ്മീഷണർ സുന്ദരരാമനെതിരെ അന്വേഷണം. ചെന്നൈ സൂപ്പർ കിങ്സ് സഹ ഉടമ ഗുരുനാഥ് മെയ്യപ്പനും രാജസ്ഥാൻ റോയൽസ് ഉടമ രാജ് കുന്ദ്രയ്ക്കും ക്രിക്കറ്റിൽ ആജീവനാന്ത വിലക്ക്. നിർണായക വിധി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രസ്താവിച്ചത് ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ സമിതി. മെയ്യപ്പനും കുന്ദ്രയും BCCI IPL ചട്ടങ്ങൾ ലംഘിച്ചു. ക്രിക്കറ്റുമായി ഇരുവരും ഇനി ബന്ധപ്പെടരുത്. അഴിമതി നിരോധന നിയമം ലംഘിച്ച ഇരുവരും വാതുവയ്പിൽ പങ്കെടുത്തതിന് തെളിവുകളുണ്ടെന്നും ജസ്റ്റിസ് ലോധ. വാതുവയ്പ് ക്രിക്കറ്റിന്റെ മാന്യത ഇല്ലാതാക്കി. 3 കളിക്കാരെ വിലക്കിയത് ഒത്തുകളിക്ക് തെളിവ്. കളിയെ സ്നേഹിക്കുന്നവർ ഇങ്ങനെ ചെയ്യില്ലെന്നും ജസ്റ്റിസ് RM ലോധ. BCCI ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്യണം. 2 വർഷം മുൻപ് BCCI നടപടിയെടുക്കേണ്ടിയിരുന്നു. N ശ്രീനിവാസനും ഇന്ത്യ സിമൻസിനുമെതിരെ ജസ്റ്റിസ് ലോധയുടെ രൂക്ഷ വിമർശനം. മരതക ദ്വീപിലെ അണിയറ കഥകൾ. ശ്രീലങ്കയിൽ അധികാരം തിരിച്ചുപിടിക്കാൻ മുൻ പ്രസിഡന്റ് മഹിന്ദ രാജപക്സെയുടെ തീവ്രശ്രമം. രാജപക്സെയ്ക്ക് ചൈനയുടെ രഹസ്യ പിന്തുണയെന്ന് രഹസ്യാന്വേഷണ റിപ്പോർട്ട്. രാജപക്സെയെ ചൈന പിന്തുണയ്ക്കുന്നത് ഇന്ത്യൻ അതിർത്തിയിൽ സൈനിക സ്വാധീനം വർദ്ധിപ്പിക്കാനെന്ന് സൂചന. ഇന്ത്യയെ അനുകൂലിക്കുന്ന സിരിസേന സർക്കാരിൽ ചൈനയ്ക്കുള്ള എതിർപ്പ് മുതലെടുക്കാൻ രാജപക്സെ. മൈത്രിപാല സിരിസേന സർക്കാരിന്റെ ഇന്ത്യൻ അനുകൂല നിലപാടിൽ പാകിസ്ഥാനും എതിർപ്പ്. രാജപക്സെയെ അധികാരത്തിലെത്തിക്കാൻ പാകിസ്ഥാൻ പണമൊഴുക്കുന്നുവെന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ട് നരേന്ദ്രമോദിക്ക്. ഇന്ത്യൻ അതിർത്തിയിൽ അശാന്തി സൃഷ്ടിക്കാൻ പാകിസ്ഥാൻ മാലിയുടെ സഹായം തേടിയെന്നും സൂചന. രാജപക്സെയുടെ തിരിച്ചുവരവ് തടയാൻ ലക്ഷ്യമിട്ട് റനിൽ വിക്രമസിംഗയുടെ നേതൃത്വത്തിൽ വിശാല സഖ്യം. 225 അംഗ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓഗസ്റ്റ് 17-ന്. ദുരന്തത്തിൽ മുങ്ങിയ പ്രാർത്ഥനാ തീരം. ആന്ധ്രയിലെ രാജമുദ്രയിൽ നദീപൂജ ആചാരത്തിനിടെ തിക്കിലും തിരക്കിലും 27 മരണം. നിരവധി പേർക്ക് പരിക്ക്. ദുരന്തം ഗോദാവരി നദിക്കരയിലെ പുഷ്കരാലു മേളയ്ക്കിടെ. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് സൂചന. ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്ന പുഷ്കരാലു ചടങ്ങിനെത്തിയിരുന്നത് ലക്ഷക്കണക്കിന് പേർ. 12 ദിവസം നീളുന്ന മേള നടക്കുന്നത് 144 വർഷത്തിലൊരിക്കൽ. ദുരന്തത്തിന് വഴിവച്ചത് തീർത്ഥാടകർക്ക് സൌകര്യമൊരുക്കുന്നതിലെ വീഴ്ചയെന്ന് ആക്ഷേപം. മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ദുരന്ത സ്ഥലത്ത്. രാജമുദ്രയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ജോർജിന് കുരുക്കിടും, അയോഗ്യത ഉറപ്പ്. പുകഞ്ഞ ജോർജിനെ പുറത്താക്കാൻ മാണി കോൺഗ്രസ്. PC ജോർജിനെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ ഉപസമിതി ശുപാർശ. ജോർജിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നു ചേരുന്ന ഉന്നതാധികാര സമിതിയിൽ. അരുവിക്കരയിൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ നിർത്തിയതടക്കം PC ജോർജ് നടത്തിയത് ഗുരുതര അച്ചടക്ക ലംഘനങ്ങളെന്ന് ഉപസമിതി റിപ്പോർട്ട്. ജോർജിന്റെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് KM മാണിയും PJ ജോസഫും. ഉന്നതാധികാര സമിതി യോഗത്തിന്റെ നിലപാട് നിയമസഭാ സ്പീക്കറെ അറിയിക്കും. അയോഗ്യത സംബന്ധിച്ച അന്തിമ തീരുമാനം സ്പീക്കറുടേത്. ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ സിലിക്കോൺ പംപ്സ് സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.